വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകത്തിന് കാരണമെന്താണ്? എന്തിനാണ് അഫാൻ ഇത് ചെയ്തത്? ആലോചിക്കുമ്പോഴും ഉള്ളു തരിക്കുമ്പോഴും 2 ദിവസമായ മലയാളികൾ ആകെ ചോദിക്കുന്ന ചോദ്യമാണത്. കൂട്ടക്കൊലപാതകത്തിന്റെ കൃത്യമായ കാരണം പോലീസിനും കണ്ടെത്താനായിട്ടില്ല. എന്നാലും കടക്കിണിയും ആഡംബര ജീവിതവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. കടക്കാരുടെ ശല്യവും ബന്ധുക്കളുടെ എതിർപ്പും ആത്മഹത്യക്കുള്ള തീരുമാനത്തിലെത്തിച്ചു. കൂട്ടാത്മഹത്യയിൽ ആരെങ്കിലും രക്ഷപ്പെടുമോ എന്ന ചിന്ത കൊലപാതകം നടത്താൻ അഫാനെ പ്രേരിപ്പിച്ചുവെന്നും പോലീസ് കരുതുന്നു. ചികിത്സയിലുള്ള മാതാവ് ഷമിയുടെ മൊഴി പോലീസ് നാളെ രേഖപ്പെടുത്തും. ഷമിയുടെ മൊഴി കൂടി ലഭിച്ചാലേ സംഭവിച്ചത് എന്താണെന്നതിൽ വ്യക്തത വരൂ എന്നും പോലീസ് പറയുന്നു. ഷമിയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. കേൾക്കാം. ഷമീനയുടെ തലച്ചോറിൻ്റെ സ്കാൻ രാവിലെ എടുത്തിരുന്നു. അതിൽ തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല. ഇന്നലത്തെ പോലെ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. ആളിപ്പോഴും കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം, ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായി തന്നെ തുടരുന്നുണ്ട്. രാവിലെ ന്യൂറോ സർജനും മാക്സിലോ ഫേഷ്യൽ സർജൻ അങ്ങനെ അടങ്ങുന്ന ടീം കണ്ടിരുന്നു. ഇനി ഇപ്പോഴത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ തന്നെ ഒബ്സർവേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഒരു 48 മണിക്കൂറിന് ശേഷം സ്കാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് തീരുമാനം. എന്തൊക്കെയാണ് പ്രധാനമായും കൊലപാതകത്തിലേക്ക് നയിച്ചത്? പ്രാഥമികമായി അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയുടെ വിശദാംശങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചിരുന്നു. ആ വിശദ വിവരങ്ങൾ ഇവയാണ്. കുടുംബത്തിനുണ്ടായിരുന്നത് വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ്. 65 ലക്ഷത്തോളം രൂപ കുടുംബത്തിന് കടമുണ്ടായിരുന്നു എന്നാണ് അഫാൻ പറയുന്നത്. കടക്കിണിയിലും പക്ഷേ ആഡംബര ജീവിതം നയിക്കാൻ അഫാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. വരുമാനം നിലച്ചിട്ടും അഫാൻ ആഡംബര ജീവിതം തുടർന്നു. വരുമാനം നിലച്ച് വീട്ടിൽ ഉമ്മ കോഴിയുടെ മുട്ട വിൽപ്പനയ്ക്ക് വെച്ച് ജീവിക്കുന്ന സാഹചര്യത്തിലും വലിയ ആഡംബര ജീവിതം ആഗ്രഹിച്ചു അഫാൻ. കടക്കാരുടെ ശല്യം നിത്യജീവിതത്തിന് തടസ്സമായി മാറി. അവസാനത്തെ ദിവസം സ്വർണം പണയം വെച്ച് 40,000 രൂപ ഈ അഫാൻ കടം വീട്ടി എന്നും പറയപ്പെടുന്നുണ്ട്. പിതാവിന്റെ ബാധ്യത തീർത്ത് നാട്ടിലെത്തിക്കാൻ ബന്ധുക്കൾ നിർബന്ധിക്കുന്ന സാഹചര്യമുണ്ടായി. ആഡംബര ജീവിതത്തെ ബന്ധുക്കൾ എതിർത്തു. പ്രത്യേകിച്ച് പിതാവിന്റെ ജ്യേഷ്ഠനായ ലത്തീഫ്. ബുള്ളറ്റ് ഉള്ളപ്പോൾ പുതിയൊരു ബൈക്ക് വാങ്ങിയത് ബന്ധുക്കളെ സംബന്ധിച്ച് വലിയ എതിർപ്പുണ്ടാക്കി. അവർ എന്തിനാണിപ്പോൾ ബൈക്ക് വാങ്ങുന്നതെന്ന് ചോദിച്ചതും മനസ്സിലൊരു വലിയ പ്രതികാര ബുദ്ധി ഉണ്ടാക്കാൻ കാരണമായി. കടക്കാരുടെ ശല്യവും ബന്ധുക്കളുടെ എതിർപ്പും ആത്മഹത്യക്കുള്ള തീരുമാനത്തിലെത്തിച്ചു. കൂട്ട ആത്മഹത്യയിൽ ആരെങ്കിലും രക്ഷപ്പെടുമോ എന്ന ചിന്ത കൊലപാതകം ഏറ്റെടുക്കാൻ കാരണമായി എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് അഫാൻ. കൃത്യത്തിന് മുൻപ് വിമർശിച്ച ബന്ധുക്കളിൽ ചിലരെ വകവരുത്താനും തീരുമാനിച്ചു. സൽമാ ബീവിയെ കൊന്ന ശേഷം മാല പണയം വെച്ച് കടക്കാർക്ക് പണം നൽകി 40,000 രൂപ. ഫർസാനയുടെ സ്വർണം അഫാൻ നേരത്തെ തന്നെ പണയം വെച്ചിരുന്നു 1 ലക്ഷം രൂപയ്ക്ക്. താൻ മരിച്ചാൽ ഫർസാന സ്വർണം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ രൂക്ഷ വിമർശനത്തിനിരയാകുമെന്ന് അഫാൻ കരുതി. അതുകൊണ്ട് തനിക്ക് സ്വർണം നൽകിയ തനിക്ക് ജീവിതം നൽകാം, തനിക്ക് ഒപ്പം ഇറങ്ങി വരാമെന്ന് പറഞ്ഞ ഫർസാനയും കൊല്ലാൻ തീരുമാനിച്ചു. വിമർശനത്തിനിരയാകാതിരിക്കാൻ ഫർസാനയെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് അഫാൻ കൊടുത്തിരിക്കുന്ന മൊഴി. സാമ്പത്തിക പ്രതിസന്ധി, ഒപ്പം മറ്റു ബന്ധുക്കളോടുള്ള വിയോജിപ്പുകൾ, ഒപ്പം താൻ ആത്മഹത്യ ചെയ്താൽ, താനും കുടുംബവും ആത്മഹത്യ ചെയ്താൽ ആരെങ്കിലും രക്ഷപ്പെടുമോ എന്നുള്ള ഭയം, ഇതാണ് കൊലപാതകം ഏറ്റെടുക്കുന്നതിന് അഫാനെ പ്രേരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആഷിൻ ഡിയാഗോ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആഷിൻ ഡിയാഗോ, മൊഴികളിൽ പറയുന്ന കാര്യങ്ങൾ ഇവയ്ക്കുമപ്പുറം എന്താണ്? ഡോക്ടർ, ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ കൂടുതൽ വ്യക്തത വരുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേരുന്നത്. കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കുടുംബം വലിയ രീതിയിലുള്ള ആർഭാട ജീവിതമാണ് നയിച്ചിരുന്നത്. വരുമാനം നിലച്ചു എന്നറിഞ്ഞിട്ടും ഈ അഫാൻ വീണ്ടും തന്റെ ഇത്തരത്തിലുള്ള ആർഭാട ജീവിതം തുടർന്നു എന്ന് പോലീസ് പറയുന്നു. മാത്രമല്ല, കടക്കാരിൽ നിന്നും വലിയ രീതിയിലുള്ള ശല്യം ഈ കുടുംബം നേരിട്ടിരുന്നു. ഇത് ഇവരുടെ നിത്യജീവിതത്തെ തന്നെ ബാധിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് കുടുംബം കൂട്ട ആത്മഹത്യ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ കൂട്ട ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും രക്ഷപ്പെടുമോ എന്നൊരു സംശയത്തെ തുടർന്നാണ് അഫാൻ തന്നെ ഈ കൊലപാതകത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് നിലവിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ബന്ധുക്കളെ കൂടി വകവരുത്താനുള്ള തീരുമാനം കൈക്കൊണ്ടത് ഈ ബന്ധുക്കളുടെ വിമർശനത്തെ തുടർന്നാണ്. കാരണം ഈ അച്ഛൻ ഉണ്ടാക്കി വെച്ച കടബാധ്യതയേക്കാൾ കൂടുതൽ കടബാധ്യത കുടുംബം തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. മാത്രമല്ല, ഈ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന അച്ഛന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അത് അവസാനിപ്പിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള വഴി തേടണമെന്ന്
ഈ അഫാനോട് ബന്ധുക്കൾ തുടരെ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആർഭാട ജീവിതം അവസാനിപ്പിക്കണമെന്നും ഈ ബന്ധുക്കൾ, അതായത് ലത്തീഫും ഭാര്യയും അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ്, ഈ ഒരു വൈരാഗ്യം കൂടി കണക്കിലെടുത്താണ് അഫാൻ ഇവരെ കൂടി വകവരുത്തുന്നത് എന്നൊരു തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഈ പെൺസുഹൃത്തിന്റെ കൊലപാതകമാണ്. ഫർസാനെ കൊലപ്പെടുത്താൻ കാരണം പലപ്പോഴായി ഫർസാനിൽ നിന്ന് സ്വർണം ഈ അഫാൻ വാങ്ങിയിട്ടുണ്ട്. അത് പണയം വെച്ചു. പക്ഷേ പിന്നീട് ഇത് തിരിച്ച് എടുത്തു നൽകിയിരുന്നില്ല. ഇത് അഫാനിക്ക് പിന്നീട് ഒരു പ്രശ്നമാകും എന്നൊരു തീരുമാനത്തെ, അല്ലെങ്കിൽ ആ ഒരു ഭയം മൂലമാണ് ഈ ഫർസാനെ കൂടി കൊലപ്പെടുത്താൻ ഈ അഫാൻ തീരുമാനിക്കുന്നത് എന്നതാണ് പോലീസ് ഇപ്പോൾ